വ്യൂവേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ സരയു അവളുടെ സ്വന്തം അമ്മയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ കിരൺ എത്തുകയാണ്. കിരൺ കണ്ടതും എടിയെന്ന് നീട്ടി വിളിച്ചു. സരയു ആണെങ്കിലോ, ഇല്ലടാ ഇവളെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് വീണ്ടും താരയുടെ കഴുത്തിന് പിടിച്ച് അമുക്കിക്കൊണ്ടിരിക്കുക. ഈ സമയത്താണെങ്കിലോ കിരൺ ഓടി വന്നിട്ട് സരയുവിനെ വലിച്ചങ്ങ് എറിയുക. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ശരിക്കും ശ്വാസം കിട്ടാണ്ട് വല്ലാണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താര. അങ്ങനെ താര അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ കിരണാണെങ്കിലോ സരയുവിനെ നല്ലതുപോലെ എടുത്തങ്ങ് പെരുമാറി കാരണക്കുറ്റി നോക്കി 2-3 അടിയൊക്കെ വെച്ച് കൊടുത്തു. സരയുവാണെങ്കിലോ, മാറടാ, എനിക്കിവരെ കൊല്ലണം, ഇവര് ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, ഇവരെ എൻ്റെ അമ്മയാണ്, എൻ്റെ അമ്മയുടെ ആ ഒരു മാതൃത്വത്തെയാണ് ഇവര് ചോദ്യം ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ താരയെ കൊല്ലാൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ കിരൺ സർവ്വശക്തി എടുത്ത് സരയുവിനെ ഒരൊറ്റ തള്ളു തള്ളി. അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന സരയുവാണെങ്കിലോ, നീയും ഇവരും നിന്റെ അച്ഛനും ഒക്കെ ചേർന്ന് കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, എൻ്റെ ജീവിതം വെച്ചുള്ള ഈ കളി അതധികം നാൾ മുന്നോട്ട് പോയില്ലടാ, നിന്നെയൊക്കെ ഞാൻ ഒരു തീരുമാനമാക്കി, നിനക്കൊക്കെ ഞാനൊരു തീർപ്പ് കൽപ്പിച്ചു തരാമെന്നും പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങിത്തിരിക്കുക. അങ്ങനെ അവൾ അവിടെ നിന്ന് പോയതും ആൻറ്റി ഓക്കെ ആയോ എന്ന് ചോദിച്ച് കിരൺ നമ്മുടെ താരയെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. പിന്നീടാണെങ്കിലോ സരയു ഇവിടെ ഈ ഫൈറ്റൊക്കെ നടത്തിയതിൻ്റെ ആ ഒരു ഹാങ് ഓവറിലാണ് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ മുന്നിൽ പെട്ട വിക്രത്തെ ആണെങ്കിൽ അവൻ ഇവളെ ഉപദ്രവിക്കാൻ വരുന്നത് പോലെ തോന്നിയത് കൊണ്ട് തന്നെ സരയു നീ എന്തിനിങ്ങനെ പേടിക്കുന്നതെന്ന് ചോദിച്ചു. വിക്രം ചോദിക്കുന്ന കേട്ടപ്പം വിക്രമായിരുന്നോ, എന്തു പറ്റി, നിനക്കൊരു വെപ്രാളം പോലെ? ഒന്നുമില്ല, നിന്റെ മുഖം ഇങ്ങനെ ചുവന്നിരിക്കുന്നത്? അങ്ങനെ ചോദിക്കുമ്പോഴും നമ്മുടെ സരയുവിൻ്റെ മുഖത്ത് ആ കവിളത്ത് നല്ല ഒന്നാം തരത്തിൽ കിരണിൻ്റെ കൈവിരലുകളും പതിഞ്ഞു കിടക്കുകയാണ്. ഇത് കണ്ടതും വിക്രത്തിന് കാര്യം പിടികിട്ടി. നീ ശരിക്കും എന്തിനാ ഇവിടെ വന്നത്? അതെ, ഞാൻ നിന്റെ അച്ഛനെ കാണാനും പിന്നെ അവരുണ്ടല്ലോ ആ കിരണിൻ്റെയും കല്യാണിയുടെയും ആശ്രിത വത്സലയായിട്ടുള്ള ആ താര, ആ സ്ത്രീയെ കൂടി കാണാൻ ചെന്നതാ. അവിടെ വെച്ച് അവൻ എന്നെ ഉപദ്രവിച്ചതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് കവിളിൽ അങ്ങനെ പാടുണ്ടായതാണെന്ന്. താരയെ ഉപദ്രവിച്ച കാര്യങ്ങളൊന്നും നമ്മുടെ വിക്രത്തിൻ്റെ അടുത്ത് ഇവള് പറയുന്നില്ല. എന്നാലും വിക്രത്തിന് ഏകദേശം കാര്യങ്ങളുടെ ആ ഒരു കിടപ്പ് പിടികിട്ടി. നീയും ഞാനും ഒക്കെ ഒരേ നാണയത്തിൽപ്പെട്ട ആൾക്കാർ തന്നെയാ. നിനക്ക് മുറിവേറ്റു, എനിക്ക് മുറിവേറ്റു. ഇനി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. അവനും അവളും ഒക്കെ അനുഭവിക്കണം. നീ പറഞ്ഞില്ലേ കല്യാണിയുടെ കണ്ണീന്ന് കണ്ണുനീര് പൊഴിക്കുന്ന ആ ഒരു കാഴ്ച കാണണമെന്ന്. ഈ ഞാനും അതിനു വേണ്ടി കാത്തിരിക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം. എന്തായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവസാനം അവനും അവളും ഒക്കെ നിലം പൊത്തും. അത് കാണാൻ വേണ്ടി നീ കാത്തിരുന്നോളാൻ പറയുക. എന്തായാലും എനിക്കിത് കാണണോടാ, എനിക്ക് എത്രയും പെട്ടെന്ന് കാണണം. നീ എന്നെ പറ്റിക്കില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് സരയു. ഇത് കേട്ടതും ഞാൻ എന്തിനാ നിന്നെ പറ്റിക്കുന്നത്? നീ ആഗ്രഹിക്കുന്നതും ഞാൻ ആഗ്രഹിക്കുന്നതും ഒരേ കാര്യം തന്നെയാ. കയ്യിൽ 10 പൈസ എടുക്കാനില്ലാത്ത ഞാൻ ഇന്നലെ എവിടെ കിടന്നതെന്ന് നിനക്കറിയോ? അവിടെ ആ ഒരു കടവിൽ ഒരു വള്ളത്തിനകത്ത് കയറിയ ഞാൻ ഇന്നലെ കിടന്നത്. അങ്ങനെ കിടക്കാൻ പോലും ഒരു കിടപ്പാടെ ഇല്ലാതെ മേളിൽ ആകാശം താഴെ ഭൂമി എന്നുള്ള രീതിയിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ളപ്പം എനിക്ക് കാണണം, അവളുടെ കണ്ണുനീര് എനിക്കും കാണണമെന്ന് പറഞ്ഞ് വിക്രമാണെങ്കിൽ സരയുനെ അങ്ങ് എരിവിരി കയറ്റി വിടുകയാണ്. അവിടെ നിന്ന് സരയു രക്ഷപ്പെട്ടതാ വീണ്ടും അവിടെ നിന്ന് തിരികെ പോവുക അവളുടെ വീട്ടിലേക്ക്. അങ്ങനെ നമ്മുടെ താരയാണെങ്കിൽ വലിയ വിഷമത്തിലായി. എന്തിനാ ആൻറ്റി ഇങ്ങനെ അവളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നത്? ഇപ്പോൾ ഉണ്ടല്ലോ, ഞാനൊരു 5 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ആൻറ്റിയുടെ അവസ്ഥ എന്താകുമായിരുന്നു? ആൻറ്റിയെ സ്വന്തം അമ്മയാണത് പോലും കരുതാതെയല്ലേ അവൾ ഇത്രയും സംസാരിച്ചിട്ടൊക്കെ പോയത്. ഒരു കാര്യം ആൻറ്റി എന്തായാലും മനസ്സിൽ വിചാരിക്കണം. ആൻറ്റിയുടെ മോള് അത്ര നല്ല സ്വഭാവക്കാരിയൊന്നും അല്ല. എൻ്റെ അങ്കിളുണ്ടല്ലോ ആ ബഗാസുരൻ, അയാളുടെ എല്ലാ സ്വഭാവവും അവൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ഇത്രയും വലിയൊരു ക്രിമിനൽ മെൻറ്റാലിറ്റിയോട് കൂടി പെരുമാറുന്നതെന്ന് പറഞ്ഞു. താരയാണെങ്കിൽ വലിയ സങ്കടത്തിലായി. എന്ത് ചെയ്യും? സ്വന്തം മകള് തന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കുമ്പോഴത്തേക്കിനും ഏതൊരമ്മയ്ക്കും അത് സഹിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ താര വലിയ സങ്കടത്തിൽ അവിടെ ഇങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ ശാരിക്ക് വലിയ ടെൻഷനായി. ഇത്രയും നേരമായി മോള് പോയിട്ട്. ഇപ്പോഴാണെങ്കിൽ ഇവൾ എവിടെ പോയാലും വരുമ്പോൾ മാത്രമേ താൻ അറിയുന്നുള്ളൂ. നേരത്തെയൊക്കെ അങ്ങനെ അല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വലിയ സങ്കടത്തിൽ നമ്മുടെ ശാരി അവിടെ അങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ സരയു എരിപിരി പോകണ്ട പോലെ ഇങ്ങോട്ട് വന്നു. സരയുവിനെ കണ്ടതും എന്താ മോളെ, എന്തു പറ്റി, നീ എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിച്ചു. അപ്പോൾ പൊന്നുമോളുടെ മുഖം കാണുന്ന സമയത്ത് ശാരിക്ക് കാര്യം പിടികിട്ടി. മോളെ, നിന്നെ ആരാ തല്ലിയത്?
നിന്റെ മുഖത്ത് ദേ ചുവന്ന് കിടക്കുന്നു. ആരോ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ. എന്താ മോളെ സംഭവിച്ചത്? ഇത് കേട്ടതും ദാ സരയും, എന്നെ ഉപദ്രവിച്ചത് വേറെ ആരുമല്ല, ഈ നിൽക്കുന്നുണ്ടല്ലോ ഈ മനുഷ്യൻ, ഇയാളുടെ അനന്തരക്കാരനാണ് ആ കിരൺ. അവനെ എൻ്റെ മുഖത്ത് ഈ പാടാക്കിയത്. എടി എന്താ സംഭവിച്ചതെന്ന് ചോദിച്ച് നമ്മുടെ ശാരി വിവരങ്ങൾ മുഴുവൻ ഇവളോട് ചോദിച്ചു മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ, അതെ ഇനി അധികമൊന്നും ഞാൻ പറയുന്നില്ല, പലതും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക ഞാൻ. അവൻ എൻ്റെ ശരീരത്തെ കൈവച്ചിട്ട് എനിക്ക് വേണ്ടി ചോദിക്കാൻ ഇവിടെ വല്ലവരും ഉണ്ടോ? മുന്നേ ഒന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എന്തിന് എൻ്റെ കണ്ണൊന്നും നിറഞ്ഞാൽ തന്നെ ആ കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനെന്ന് പറയുന്ന ഈ മനുഷ്യൻ ഇയാൾ പോവായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോൾ പോകുന്നില്ലല്ലോ. ദേ എനിക്ക് ആരും തന്നെ ഇല്ല. അങ്ങനെയുള്ള രീതിയിൽ ഇവള് സംസാരിച്ചു. അത് ബഗാസുരൻ കേട്ടതും, ഞാൻ എന്ത് ചെയ്യണമെന്നാ മോളി പറഞ്ഞു വരുന്നത്? താൻ ഒന്നും ചെയ്യണ്ട, താൻ ഇവിടെ ഇങ്ങനെ അട്ടിപ്പേറ് കിടന്നോളാൻ പറഞ്ഞു. പിന്നെ എൻ്റെ കാര്യത്തിൽ അധികം ഇടപെടാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ചുമ്മാതിരിക്കില്ല എന്ന് പറഞ്ഞു അവൾ കിച്ചണിലേക്ക് പോയി അവിടെ നിന്നും ആ പഴയ കത്തി ഇങ്ങോട്ട് എടുത്തു. അങ്ങനെ നമ്മുടെ സരയും ആ ഒരു കത്തി എടുത്തുകൊണ്ട് വന്ന് ബഗാസുരനെ കുത്താൻ ഒരുങ്ങുക. ഈ സമയത്താണെങ്കിലും ബഗൻ ശരിക്കും ഒന്ന് വരണ്ട നിൽക്കുക. ദേ കണ്ടോ മോൾ എന്താ കാണിക്കുന്നതെന്ന്? എടി മോളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ശാരിയാണെങ്കിൽ നമ്മുടെ സരയിനെ തടയാൻ ശ്രമിക്കുക. അപ്പം അവൾ പറഞ്ഞു, ദേ ഇതായിരിക്കും ഈ ഒരു കത്തിമുന, ഇതിൽ തീരാനായിരിക്കും തൻ്റെ യോഗം എന്ന് പറഞ്ഞ് അവൾ ആ കത്തി വലിച്ചെറിഞ്ഞ് അവിടുന്ന് പോവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനു അങ്ങോട്ട് വന്നു. മനു വന്നിട്ടാണെങ്കിലോ, എന്താ എന്താ എൻ്റെ മോൾക്ക് പറ്റിയത്? ദേ കണ്ടോ ഇവളുടെ കവിള് ചുവന്ന് കിടക്കുകയാണെന്ന് ശാരി പറഞ്ഞു. അത് കണ്ടതും ആരാ എൻ്റെ മോളോട് ഈ ചതി ചെയ്തത്? അതാ കിരൺ ആണെന്ന് കൂടി പറഞ്ഞു. എടാ നിന്റെ ഭാര്യയെ തല്ലിയവനെ അവനെ ചോദ്യം ചെയ്യാനായിട്ട് പോവാൻ ഉള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന് ചോദിച്ചു. മനോഹർ ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചു. ഇവളുടെ മുന്നിൽ ആളാകാൻ പറ്റിയ ഒരു സമയമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പോയി ചോദിക്കും. എൻ്റെ ഭാര്യയുടെ ശരീരത്തിൽ കൈവച്ചാലേ അത് ചോദിക്കാൻ ഇവിടെ ഞാനുണ്ട്. അങ്കിളങ്ങ് മാറുന്നില്ലെന്ന് പറഞ്ഞ് അമ്മായിയപ്പനെയും അമ്മായിയമ്മയും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ദാ അവൻ അങ്ങ് ഇറങ്ങുകയാണ് നമ്മുടെ കിരണിനെ ചോദ്യം ചെയ്യാനായിട്ട്. മനു പോയതും നിങ്ങൾ കണ്ടോ എൻ്റെ മനുവേട്ടൻ ഇപ്പം ഈ ലോകത്ത് എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അതെ എൻ്റെ മനുവേട്ടന് മാത്രമാണ്. ആ ഏട്ടൻ ദേ കിരണിനെ ചോദ്യം ചെയ്യാനായിട്ട് പോയിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾ പറയുന്നതൊക്കെ വെറുതെയാണെന്ന്? എൻ്റെ പൊന്നു മോളെ, അവൻ അവൻ്റെ അടുത്ത് പോയതൊന്നും ആയിരിക്കില്ല. അവൻ എവിടെയെങ്കിലും കറങ്ങി എന്തെങ്കിലും ഭക്ഷണവും കഴിച്ചിട്ട് അവൻ മടങ്ങി വരികയുള്ളൂ. അവനെ പോലെയുള്ള ഒരു ഉടായ്പിനെ വിശ്വസിക്കുന്നതാണ് നീ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് ബഗൻ സരയിനോട് പറഞ്ഞു. ദേ ഇയാളോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞ് അവൾ റൂമിലേക്ക് കയറി പോവുക. പിന്നീടാണെങ്കിലോ നമ്മുടെ മനോഹർ ദാ കിരണിനെ വിളിച്ചു. അതെ കിരൺ സാറേ, എനിക്ക് സാറിനെ ഒന്ന് കാണണമല്ലോ. എന്താടാ എന്താ എന്നെ ഇപ്പം കണ്ടിട്ട്? അതെ സാറിനെ എനിക്കൊന്ന് കാണണം, ചില കാര്യങ്ങൾ സാറിനോട് സംസാരിക്കാനാണെന്ന് പറഞ്ഞ് മനു ഫോൺ വെച്ചതും കിരൺ ആണെങ്കിലോ താരയോട് സംസാരിക്കുക. ആൻറ്റി അവനാ വിളിച്ചത്, ആൻറ്റിയുടെ പുന്നാര മരുമോൻ. എന്തായാലും അവൾക്ക് പറ്റിയ ഒരു ചെറുക്കനെ തന്നെ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അവളെ പോലെയുള്ള ഒരു ഫ്രോഡിനെ, അതിലും വലിയൊരു ഫ്രോഡിനെയാണ് വിവാഹം ചെയ്ത് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ ആ അങ്കിളിനോട് നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഇവൻ ഇവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം എന്തിനാണ് മനോഹർ വിളിച്ചത്, എന്ത് കാര്യം സംസാരിക്കാനാണെന്ന് കൂടി കിരൺ ഇങ്ങനെ ആലോചിച്ചു. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് ശാരി അവിടെ ഇങ്ങനെ ആ ഒരു സെറ്റിൽ കുത്തിയിരിക്കുക. ആ സമയം ഭക്ഷണം റെഡിയായോ എന്ന് ചോദിച്ചുകൊണ്ട് ബഗാസുരൻ വന്നു. ബഗനെ കണ്ടതും, ദേ താൻ എന്നോട് ഭക്ഷണമൊന്നും ചോദിച്ചൊന്നും വരികയൊന്നും വേണ്ട. ദേ തന്നോട് സംസാരിക്കാനും എനിക്ക് തീരെ താല്പര്യവും ഇല്ല. എനിക്ക് തന്നോട് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇപ്പം നമ്മുടെ മോളുടെ ജീവിതത്തിൽ ഇഴഞ്ഞു കയറിയിരിക്കുന്ന ആ പെരുമ്പാമ്പുണ്ടല്ലോ മനോഹർ എന്ന് പറയുന്നവൻ, അവൻ എത്രയും പെട്ടെന്ന് ദേ നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണം. അതിന് തന്നെ കൊണ്ട് പറ്റുമോ? അങ്ങനെ പറ്റുമെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ പഴയ രീതിയിലേക്കൊക്കെ മാറാനായിട്ട് ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഇവൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ? തൻ്റെ കൊണ്ടൊന്നും പറ്റില്ലടോ. താനേ 2 കോടി രൂപ അവനെ ഒതുക്കാൻ വേണ്ടി രൂപയോടെ എന്നെ വാങ്ങിച്ചില്ലേ? എന്നിട്ട് ആ കാശും കൊണ്ടുപോയി തൊലച്ചതല്ലേ? തന്നെ പോലെയുള്ള ഒരുത്തനെ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യവും നടക്കില്ല എന്ന് ഇപ്പം എനിക്ക് ബോധ്യമായി. എന്തായാലും അവൾ എൻ്റെ മോളല്ലെങ്കിലും ഞാൻ അവൾക്ക് സ്വന്തം അമ്മ തന്നെയാണ്. എൻ്റെ ജീവൻ്റെ ഒരു ഭാഗം തന്നെയാണ് എൻ്റെ സരയും. അവളെ കണ്ണുനീര് കുടിപ്പിക്കുന്നവനെ ഒരിക്കലും എനിക്ക് വെച്ച് പൊറുപ്പിക്കാൻ പറ്റത്തില്ല എന്ന് കൂടി ശാരി ഇങ്ങനെ പറയുക.
ഭാര്യയാണെങ്കിൽ ഇവിടെ ഈ ഒരു രീതിയിൽ തനിക്ക് ഫുഡ് പോലും തരാണ്ട് ഇങ്ങനെ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ബകാസുരൻ ആഴത്തിൽ ചിന്തിക്കുക, എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണമല്ലോ അവനെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനോഹർ ആശുപത്രിയിലേക്ക് എത്തുക. കിരണിൻ്റെ അടുത്ത് എന്നിട്ട്, എന്താ സാറേ, സാറ് സരയുവിനെ തല്ലിയത് എന്തിനാ സാർ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. എന്താടാ നീ ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യാൻ വന്നതാണോ എന്ന് കിരൺ തിരിച്ചു ചോദിച്ചതും, എൻ്റെ പൊന്ന് സാറേ, ഞാൻ സാറിനോട് എന്ത് ചോദ്യം ചെയ്യാനാ, സാറ് എന്ത് കാര്യം നടന്നതെന്നുള്ളത് എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അതിനിപ്പം നിന്നോട് ഞാൻ എന്തിനാ അതൊക്കെ പറയുന്നത്? അതെ, അവളുടെ മുന്നിൽ ഞാനൊന്ന് ആളാകാൻ വേണ്ടിയിട്ട് സാറിനെ വന്ന് ചോദ്യം ചെയ്യുമെന്നും സാറിനെ തല്ലുമെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത്. അതുകൊണ്ട് അവളെങ്ങാനും വിളിച്ചു ചോദിച്ചാൽ എൻ്റെ പൊന്ന് സാറേ, ഞാൻ ഇവിടെ വന്നെന്നും വലിയ പ്രശ്നം ഉണ്ടാക്കിയെന്നും ഒക്കെ തന്നെ സാറൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. അതാണോ കാര്യം? അങ്ങനെയാണെങ്കിൽ എടാ താരാൻറ്റി അവളുടെ അമ്മയാണെന്ന് അവൾ സത്യം അറിഞ്ഞു എന്ന് ചോദിക്കുക. ഇത് കേട്ടതും മനു ആണെങ്കിൽ ഇപ്പം ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ വിഷയമാവും. അതുകൊണ്ട് തന്നെ അതിപ്പം മിണ്ടണ്ടെന്ന് വിചാരിച്ച് അവൻ അതിങ്ങനെ മനസ്സിലൊതുക്കുക. എന്താടാ നിന്റെ മുഖത്തൊരു കള്ളത്തരം ഉണ്ടല്ലോ, സത്യത്തിൽ നീ ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവളോട് പറഞ്ഞു കൊടുത്തതാണ്? എൻ്റെ പൊന്ന് സാറേ, എനിക്കറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഒരു ജോലി ഞാൻ നിന്നെ ഏൽപ്പിക്കുക. ഇനി അവിടെ നടക്കുന്ന സകല പരിപാടികളും എന്നെ വിളിച്ച് അപ്പോൾ അറിയിക്കണം. അല്ലെങ്കിൽ അറിയാലോ, ദേ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും മോൻ മറന്നിട്ടില്ലല്ലോ. എൻ്റെ പൊന്ന് സാറേ, ഞാൻ മറന്നിട്ടില്ല. ഞാൻ ശരിക്കും ഇവിടെ പെട്ട് നിൽക്കുകയാണ്. എന്തായാലും അവൾ എന്ത് നീക്കം നടത്തിയാലും എല്ലാം ഞാൻ സാറിനെ വിളിച്ച് അറിയിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ മനോഹർ അവിടെ നിന്ന് പോകുന്നതും കിരൺ ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷത്തിലുള്ളത്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്